കൃത്യമായി നാം മനസ്സിലാക്കണം. 936 നിങ്ങൾ തീരുമാനിച്ച ആ ഒരു വങ്കത്തരത്തിൽ തെറ്റിദ്ധരിച്ച് ചില ഖുത്തബാ അങ്ങനെ പെട്ടുപോയപ്പോൾ അവർക്ക് ഒരു ബോധം നൽകാൻ വേണ്ടിയാണ് 947 മീൻചന്തയിൽ പ്രമേയം. അല്ലാതെ മുമ്പേ നടന്നിങ്ങനെ വരുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായല്ലോ, ബലി കൂടിയിട്ട് അറബിയിലേക്ക് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ മലയാളം ഉണ്ടല്ലോ എന്നല്ല. പ്രത്യേകിച്ചും ഉമർ മൗലവി തന്നെ കേരളത്തിൽ കൊച്ചി മട്ടാഞ്ചേരിയിലെ ഹാജി അബ്ദുള്ള സേട്ട് നിർമ്മിച്ച പള്ളിയിലാണ് ആദ്യമായി 920 ജുമാ ഖുത്ബ പരിഭാഷപ്പെടുത്തിയത്. അതിന് മുമ്പ് ലോക ചരിത്രത്തിൽ എവിടെയില്ല. തുർക്കിയിലെ കമാൽ പാഷയാണ് ലോകതലത്തിൽ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത്. റഷീദ് റിളയുടെ തഫ്സീറുൽ മനാറിൻ്റെ 9ാം വാള്യം 313 പേജിൽ അത് പറഞ്ഞത് കാണാവുന്നതാണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കണം, എന്താണ് ഈ ജുമാ ഖുത്ബ എന്ന വിഷയം നമുക്കറിയുന്നില്ല, നമ്മൾ അത്ര ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അതും ശരിയല്ലേ എന്ന് തോന്നാനുള്ള കാരണം. നാം ചിന്തിക്കണം, ജുമാ ഖുത്ബയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ദിക്ർ എന്നാണ്. ഫസ്ഔ ഇലാ ദിക്രില്ല, അള്ളാഹുവിൻ്റെ ദിക്റായ ഖുത്ബയിലേക്ക് വരണമെന്നാണ് ഖുത്ബയെക്കുറിച്ച് പറഞ്ഞത്. മറ്റൊരു സ്ഥലത്ത് ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊല, അവിടെ ഖുർആനെ ശ്രദ്ധിച്ചു കേൾക്കുക എന്നിടത്ത് ഖുർആൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഖുത്ബയെക്കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖുത്ബ, ദിക്ർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖുത്ബ, ഈ ഖുത്ബക്ക് അത് പരിഭാഷപ്പെടുത്താനാണ് മുറവിളി കൂട്ടുന്നത്. ഒരിക്കലും അനുവദനീയമല്ല. ലിത്തിബായി സലഫി വൽ ഖലഫി, പൂർവികരെല്ലാം അങ്ങനെയാണ് അനുവർത്തിച്ചു വന്നത്. തിരിയാത്തത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് എന്ന ന്യായം ഇന്നലകളിൽ വന്നതാണ്. മുമ്പൊക്കല്ലേ പലരും സ്വഹാബിമാർ പല അനറബി നാടുകളിലേക്കും പോയിട്ടില്ലേ? അവരാരെങ്കിലും മാറ്റിയിട്ടുണ്ടോ? ഇങ്ങനത്തെ യുക്തിഭദ്രമായ എത്ര ചിന്തകളുണ്ട്. എന്നാൽ ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ദൈർഘ്യമുള്ള ഈ ചരിത്രത്തെ പച്ചയിൽ വ്യഭിചരിച്ചിട്ട് ഏതെങ്കിലും 4 ആൾ കൂടിയിട്ട് മീറ്റിംഗ് കൂടി മാറ്റാൻ പറ്റുമോ? ഈ ജുമാ ഖുത്ബ വളരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്.